ഇസ്രായേൽ ഹമാസ് സമാധാന ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയായി ബന്ദികളുടെ മോചനത്തിൽ ഇസ്രായേൽ നിലപാട് കടുപ്പിക്കുകയാണ്. മുഴുവൻ മൃതദേഹങ്ങളും വിട്ടുനൽകാതെ വെടിനിർത്തൽ പ്രാബല്യത്തിലാകില്ല എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതുവരെ റാഫ അതിർത്തി തുറന്നു നൽകില്ല എന്നും പറയുന്നു. ഹിമ ഹരിദാസ് വിവരങ്ങളുമായിട്ടുണ്ട്. ഹിമ, ലോകമാകെയും സമാധാനത്തിന് പുലരികളാണെന്ന് പ്രതീക്ഷിച്ചു നിൽക്കുന്നിടത്താണ് വീണ്ടും ഇത്തരത്തിലൊരു നിലപാട് ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വരികയും ചെയ്യുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? പക്ഷേ 2 വർഷം നീണ്ട രക്തച്ചൊരിച്ചിലിന് ഒരു അവസാനമായി പ്രത്യാശയുടെ ദിനങ്ങളാണ്, പ്രതീക്ഷയുടെ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്ന് നമ്മളെല്ലാം കരുതിയെങ്കിൽ വീണ്ടും ഇതാ രക്തച്ചൊരിച്ചിലിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപോട്ട് വെച്ച സമാധാന കരാറിൽ ഇസ്രായേൽ അംഗീകരിച്ചിരുന്ന 2 കാര്യങ്ങളിൽ ഒന്ന് ബന്ദിമോചനവും അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റവുമായിരുന്നു. അതിപ്പോൾ ബന്ദിമോചനത്തിൽ നിലപാട് കൂടുതൽ കടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജീവനോടെയുള്ള ബന്ദികളെയും അതുപോലെ തന്നെ മരിച്ചവരുടെ മൃതദേഹങ്ങളും വിട്ടു നൽകാമെന്നായിരുന്നു തീരുമാനം. ഇപ്പോൾ ആ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു തന്നില്ലെങ്കിൽ നിലപാട് കൂടുതൽ കടുപ്പിക്കും എന്നുള്ള കാര്യത്തിലേക്കാണ് ഇസ്രായേൽ നീങ്ങുന്നത്. അതിൽ തന്നെ റഫ അതിർത്തി തുറന്നു നൽകില്ല, ഈ മരിച്ച മൃതദേഹങ്ങൾ തിരിച്ചു നൽകിയില്ലെങ്കിൽ റഫ അതിർത്തി തുറന്നു നൽകില്ല എന്നുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്കാണ് ഇസ്രായേൽ എത്തിയിരിക്കുന്നത്. ഇത് ഈ ഒരു സമാധാന കരാറിന്റെ മുൻപോട്ട് പോക്കിന് ഒരു വിലങ്ങുതടിയായി തന്നെ നിൽക്കുകയാണ്. കാരണം നമുക്കറിയാം, ഗാസയിലേക്ക് സഹായങ്ങളെല്ലാം എത്തുന്നത് ഈ റാഫ അതിർത്തി വഴിയാണ്. ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ലാതെ, അവിടുത്തെ ആളുകൾക്ക് ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ ഒക്കെ പ്രയാസപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ റാഫ അതിർത്തി വഴിയാണ് അവിടേക്ക് പല സംഘടനകളും പല രാജ്യങ്ങളും അയക്കുന്ന ഭക്ഷണവും മറ്റ് സഹായങ്ങളും എല്ലാം എത്തുന്നത്. അതിർത്തി തുറന്നു നൽകില്ല എന്ന് പറയുന്നതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. സമാധാനത്തിന്റെ പുലരിയിലേക്കല്ല നടന്നു നീങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഇതൊരു വിലങ്ങുതടിയായി തന്നെ നിൽക്കുകയാണ് ഇസ്രായേലിന്റെ ഈ തീരുമാനം. ഇതിൽ എങ്ങനെയായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടുക എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നുണ്ട്. കാരണം US പ്രസിഡന്റ് മുൻപോട്ട് വെച്ച സമാധാന കരാറിലായിരുന്നു ഈ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബന്ദിമോചനം തന്നെയായിരുന്നു. പക്ഷെ അതിലിപ്പോൾ കൂടുതൽ നിലപാട് കടുപ്പിച്ച് നിൽക്കുകയാണ് ഇസ്രായേൽ.